ഹലോ, ഇന്ന് നമുക്ക് അയില മുളകിട്ട് നോക്കിയാലോ. രാവിലെ തന്നെ അയില നന്നാക്കി മുളകിട്ടതാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അയില മീൻ നന്നാക്കാം കേട്ടോ. ഇതാണ് അത്യാവശ്യം വലിപ്പമുള്ളൂ, എന്നാലും വലിയ അയില എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. മീൻ നന്നാക്കുക എന്ന് പറയുമ്പോഴേ എങ്ങനെ ആയാലും നമ്മൾ നന്നാക്കണമല്ലോ. മീൻ കഴിക്കാൻ പൂതി ഉണ്ടാകുമ്പോൾ നമ്മൾ നന്നാക്കി കുക്ക് ചെയ്ത് കഴിക്കണതിൻ്റെ ടേസ്റ്റ് വേറെ എവിടെയും കിട്ടില്ലല്ലോ അല്ലേ. അങ്ങനെ ഇതാക്കുന്ന ചെകിളെല്ലാം പൊളിച്ച് ഓരോന്നായിട്ട് നന്നാക്കി കൊണ്ട് നിൽക്കുക കേട്ടോ. ഇതിൽ പഞ്ഞീനുണ്ടോ? പഞ്ഞീനുണ്ടോ? എനിക്ക് പഞ്ഞീൻ കിട്ടിയിട്ടോ. കറി വെക്കാൻ ഉദ്ദേശിച്ചത്, കറിയിലും ഇടാലോ അല്ലേ നമുക്ക് പഞ്ഞീന്. അതവിടെ കിടക്കട്ടെ. അപ്പോൾ നമ്മൾ മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലുള്ള കാഷ്ടമൊക്കെ എടുത്ത് കളയുക, വൃത്തിയാക്കി ഇതുപോലെ കേട്ടോ. പിന്നെ അടുത്തതായിട്ട് അയിലെടുത്തിട്ട് അത് നമുക്ക് ഇതേപോലെ നന്നാക്കാം കേട്ടോ. ഇതിന് ചെകിള ഉണ്ടാവില്ല, എന്നാലും ചെറുതായിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ചെറുതായിട്ടൊക്കെ ചെകിള ഉണ്ട് ഇതിന്. ചെകിള എന്ന് തന്നെയല്ലേ പറയുക, ഞാനങ്ങനെ പറയാറ്. നമ്മൾ നേരത്തെ നന്നാക്കിയ പോലെ തന്നെ കട്ട് ചെയ്ത് നന്നാക്കി എടുക്കുക കേട്ടോ. അതിൽ പഞ്ഞീനില്ല. അന്നതിൽ പഞ്ഞിയില്ലാത്തത് എല്ലാത്തിൻ്റെയും കൂടി പഞ്ഞി ഉണ്ടാവേണ്ടിയാണല്ലോ. അതിൻ്റെ ഒപ്പം അല്ലേ ഇതും പോകുന്നത്. എന്തെങ്കിലും ആവട്ടെ അല്ലേ. പഞ്ഞീനുള്ളത് നമുക്ക് കറിക്കിടാം, ഇല്ലാത്തത് വേണ്ട. അല്ല അപ്പം എന്ത് ചെയ്യാനാ. അപ്പം അങ്ങനെ അടുത്ത മീൻ നമ്മൾ നന്നാക്കിയിട്ടുണ്ട്. ഇതേപോലെ നമ്മളെല്ലതും നന്നാക്കി എടുക്കട്ടോ ചെയ്യുന്നത്. ഇപ്പം അത് ഇതിലും ഇല്ല കേട്ടോ. നമുക്ക് ആകെ ഒരു മീനിനെ പഞ്ഞിയും കിട്ടിയിട്ടുള്ളൂ, അതിൽ തന്നെ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കയ്യിലുള്ളതിനോ കത്തിയോണ്ട് തന്നെ വടിച്ചെടുക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്കുള്ള സവാള കട്ട് ചെയ്യാം. ഈ സവാളൻ്റെ മുന്നിലുള്ള മൂക്ക് ചിലവർ കളയാറില്ല കേട്ടോ. ഞാനിത് കളയാറുണ്ട്. ഉറുമ്പ് ജീവമാണെങ്കിൽ ഓടിക്കോ. ഉറുമ്പൊക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ വാങ്ങി കളിക്കുന്നത്. അപ്പോൾ അതേ ചെറുതാക്കി അരിയാന്നുള്ള ഒരു നാക്കിന് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നീളക്കനെ കട്ട് ചെയ്തിട്ട് നമ്മൾ 3 വര ക്രോസിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതേ ചെറുതാക്കി കട്ട് ചെയ്ത പോലെ. എങ്ങനെയുണ്ട് ഇതിൻ്റെ ഐഡിയ? അടുത്തത് അങ്ങനെ 2 സവാള ഇട്ട് എടുത്തിട്ടുള്ളത്. ഇതേപോലെ അതിൻ്റെ മൂക്ക് കളഞ്ഞിട്ട് കുരുകുരുകുരുനാ അരിയുക. കുരുകുരുനാ അരിഞ്ഞിട്ട് ഇതാ വൈഡായിട്ട് ഒരു വര 2 വര വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതായിക്കണ ചെറുതാക്കി കട്ട് ചെയ്ത പോലെ. പിന്നെ ഇതാക്കണ കുറച്ച് ചീരുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മളെ ഉരലിലിട്ടിട്ട് കുത്തി ചതക്കിയെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ചതക്കിയെടുത്തത് ഇതേ കട്ടിംഗ് ബോർഡിൻ്റെ ഒരു സൈഡിലേക്ക് തന്നെ വെച്ചിട്ടോ. ഒന്ന് ചതങ്ങിയാൽ മതി, നന്നായിട്ട് ചതങ്ങൊന്നും വേണ്ട കേട്ടോ. അടുത്തതേ തക്കാളീൻ്റെ മൂക്കും ചെത്തി കൊടുക്കുന്നുണ്ട്. മൂക്ക് എന്നാട്ടോ പറയുന്നത് ഞാൻ. തക്കാളി കട്ട് ചെയ്തപ്പോഴാണ് കത്തിക്ക് മൂർച്ചം കുറഞ്ഞ പോലെ തോന്നി. എവിടേക്ക് ഈ തക്കാളി പോകുന്നു? ഇവിടെ വാ. അപ്പോൾ ഇതേപോലെ നമ്മളിതും ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അടുത്ത പീസും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ തക്കാളിയും കട്ട് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചു. അതും സെറ്റ്. ഇനി അടുത്തതായിട്ട് 2 പച്ചമുളക് കട്ടെടുത്തത്, 1 പച്ചയും 1 പഴുത്തതും. ആഹാ, എന്താ കോമ്പിനേഷൻ. അതൊക്കെ നടുവിനെ കീറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതും സെറ്റ്. അപ്പം അത് എത്ര നമ്മൾ എടുത്തിട്ടുള്ളത്? 2 സവാള, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ചീരുള്ളി ചതക്കിയത്. ഇതൊരു പാത്രം നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. വെള്ളം ഉള്ളതൊന്ന് വറ്റിക്കോട്ടെ കേട്ടോ. ചാടി കയറി കണ്ട് എണ്ണ വയ്ക്കാൻ പോയി പൊട്ടിത്തെറിച്ചൊന്നായിട്ട് അനുഭവം ഗുരു. ഞാൻ ഇങ്ങോട്ട് ഇതേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായില്ലേ? ചൂടായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ ഉലുവ ഇതാക്കണ് പൊട്ടുന്നുണ്ട് കേട്ടോ. അത് പൊട്ടി കരയാനുള്ള ടൈം കൊടുക്കരുത്. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുന്നുണ്ട്. ഞാൻ മൂടി വെച്ചിട്ടു മേത്തൊക്കെ തെറിക്കാതെക്കാൻ. കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു.
എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള, പിന്നെ അതിലേക്ക് പച്ചമുളക്, ഇത് രണ്ടും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളെ മണിയേട്ടൻ്റെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഞാൻ ആദ്യം കാണുന്നുണ്ടായിരുന്നു. മണിയേട്ടൻ പറഞ്ഞു കേട്ടതാണ് കേട്ടോ, സവാളൻ്റെ കൂടെ പച്ചമുളക് വഴറ്റിയാൽ സവാളൻ്റെ മധുരിപ്പ് ഉണ്ടാവില്ല എന്നുള്ളത്. അങ്ങനെ പെട്ടെന്ന് വഴറ്റി കിട്ടാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ, എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് അത് വാടി വരാനാകുന്ന പാകമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചതക്കി വെച്ചിട്ടില്ലായിരുന്നോ ഏതൊക്കെ, ചീരുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇത് നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വഴറ്റി വരട്ടെ, നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ അതേ വാടി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് മല്ലിപ്പൊടി, ഈ മല്ലിപ്പൊടിക്ക് നമ്മൾ മറ്റുള്ള മസാലയെക്കാട്ടിലും കുറച്ച് മൂപ്പ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം അത് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ ടിപ്സ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് നമ്മളെ മണിയേട്ടൻ്റെ അടുത്ത് നിന്ന്, നമ്മളെ കലാപം മണി. അങ്ങനെ നമ്മൾ ആദ്യം മല്ലിപ്പൊടി ഇട്ടിട്ട് നമ്മളെന്താ മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട്. മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എന്തിടുന്നു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി ഇട്ടോ, കുറച്ച് എടുത്തെടുത്തിട്ടുള്ളൂ. ചെറിയ സ്പൂണായിരുന്നു അതാട്ടോ ഞാൻ 2 സ്പൂൺ ഇട്ടത്. പിന്നെ കുറച്ച് ഫിഷ് മസാല, പിന്നെ എരിവിന് നമ്മൾ യൂസ് ചെയ്തത് കുരുമുളക് പൊടി കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. മസാല കരിഞ്ഞു പോരുതേ, അതിൻ്റെ പച്ച ചുവയൊക്കെ മാറി മസാലേൻ്റെ മൂപ്പ് വന്നൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആ സ്മെല്ലൊക്കെ വരുന്ന ടൈമിൽ ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, തക്കാളി എന്ത് ചെയ്യണം, ഇട്ട് കൊടുക്കണം കേട്ടോ. തക്കാളി ഇട്ട് കൊടുക്കുമ്പോൾ ഓർമ്മ വന്നത് പുളി വെള്ളത്തിലിട്ടിട്ടില്ലാന്ന്. ഈ തക്കാളി വാടി വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം, വേഗം പോയി കുറച്ച് പുളി വെള്ളത്തിലിടുക. തക്കാളി ഒന്ന് വാടി വന്നായിട്ട് നീരൊക്കെ മസാലയൊക്കെ ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. അപ്പം നമ്മളൊരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ആ ഒരു ടൈമിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പുളിവെള്ളം സെറ്റാക്കാം കേട്ടോ. പുളി വെള്ളത്തിലിടാൻ മറന്നുപോയിന്നേ, എന്ത് ചെയ്യാനാ. അപ്പോൾ അതേ പുളിവെള്ളം ആ സമയം സെറ്റാക്കിനി. എന്നിട്ട് ആ പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി നീരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ശേഷമായിട്ട് ഞാൻ ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് എണ്ണ തെളിയിച്ചെടുക്കേ. അപ്പോൾ അടിച്ച് വെച്ച് തുറന്നപ്പോൾ ഒന്ന് നോക്കി, നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നമ്മുടെ പുളിവെള്ളവും മസാലയും കട്ട് ചെയ്ത് വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ആ സമയം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അയില കുട്ടപ്പന്മാർ, അതായത് നമ്മൾ നായകനെ നമ്മൾ അതിലേക്കടെ ഇട്ടിട്ട് കൊടുക്കുന്നു. എന്ത് ഭംഗി കാണാൻ്റെ അങ്ങനെ നമ്മൾ അതിൽ ചേർന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ട് മീൻ വേവാനുള്ള മുങ്ങിക്കിടക്കാവുന്ന പാകത്തിലുള്ള വെള്ളം ഒഴിച്ചിട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മുങ്ങി കിടക്കട്ടെ, അതിൽ മുങ്ങിക്കിടന്ന് വെന്ത് വരട്ടെ. അങ്ങനെ നമ്മളിത് മുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മുങ്ങിച്ചാവ് ഉള്ളിലേക്ക് പോ. അപ്പോൾ അതേ അടിച്ച് വെച്ച് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം മീനും വെന്ത് മസാലയൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ടേസ്റ്റി അയില മുളകിട്ടതായിരിക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.